പരിശുദ്ധമായ നോമ്പുകാലത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്ന നമുക്ക് സുവിശേഷത്തിലൂടെ ക്രിസ്തു നൽകുന്ന ആഴമായ സന്ദേശം ഏറെ ശ്രദ്ധായകമാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ പ്രവേശിക്കുവാനുള്ള അവസരമാണ് ഈ നോമ്പുകാലം. യഥാർത്ഥത്തിൽ ഇത് ഒരു ഒരുക്ക ശുശ്രൂഷയുടെ കാലം കൂടിയാണ്. നമ്മുടെ ജീവിതത്തെ ക്രിസ്തു സ്നേഹത്താൽ വീണ്ടെടുക്കുവാനും കൂടുതൽ കൃപയോടെ അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും നാം നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആഴമായി പ്രവേശിച്ച് പരിവർത്തനത്തിൻ്റെ കൃപയിലൂടെ ജീവിതത്തെ ധന്യമാക്കുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ദിനങ്ങൾ കൂടിയാണ് ഈ നോമ്പുകാല ദിനങ്ങൾ. ഓരോ ദിനവും ക്രിസ്തു സ്നേഹത്താൽ പൂരിതരായി കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനും ദൈവഹിതം വിശ്വസ്തയോടെ നിറവേറ്റുവാനും നാം സർവ്വദാ ജാഗ്രത പുലർത്തണം. നമ്മുടെ വ്യക്തിജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ കുരിശിനോട് ചേർത്തണച്ചുകൊണ്ട് അനുതാപത്തോടുകൂടി മെഴുകൽ പൂട്ടി ഹൃദയം തുറന്ന് അവൻ്റെ മുമ്പിൽ അല്പനേരം നമുക്കും നിശബ്ദരാകാം. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ലോകത്തിന് വെളിപ്പെടുത്തിയ ക്രിസ്തു അതേ സ്നേഹത്താൽ നമ്മെ മാടി വിളിക്കുന്നു. ആ കൃപയുടെ സ്നേഹത്തോട് അതേ ഉത്തരം നൽകി നമ്മുടെ സഹനത്തെ അവനോട് ചേർത്ത് പിടിക്കാം.